ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഡെയിലി വ്ളോഗ് പോലത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്, കാരണം ഇന്നലെ സൺഡേ ആയിരുന്നു. അപ്പോൾ കുറച്ചധികം നേരം ഫോണിൽ വിളിച്ച് സംസാരിച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഇന്നിപ്പോൾ എണീറ്റത് ഒരു 8:15 ആകുമ്പോഴാണ് കേട്ടോ. അതും അമ്മ വന്ന് വിളിച്ചപ്പോഴാണ് എണീറ്റത്. അമ്മ വന്ന് വിളിച്ചിട്ട് പോയിട്ട് ഞാനൊരു അരമണിക്കൂർ കൂടുതൽ നേരം കിടന്നുറങ്ങി. എന്നാലും ഇതാ ഒരു 8:30ക്ക് എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ താഴെ പോകണം. രാവിലെ എനിക്ക് കുറച്ച് വെള്ളം കുടിച്ചു. പിന്നെ ഞാൻ ഫോണിൽ ചുമ്മാ ചെക്ക് ചെയ്ത് നോക്കി, കാരണം ഓർഡേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി, എൻക്വയറീസ് ഉണ്ടോയെന്നൊക്കെ നോക്കി അതവിടെ വെച്ചു. ഒരു 10 മിനിറ്റ് അത് രാവിലെ എപ്പോഴും ഞാൻ നോക്കേണ്ടതാണ് കേട്ടോ. പിന്നെ എൻ്റെ ഫേസിലൊരു ബൾബ് പോലത്തെ ഒരു സാധനം വന്ന് നിൽക്കുന്നുണ്ട്, കണ്ടോ? ഇതെന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ സി ഞാനിപ്പോൾ 2 days ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം അല്ലാണ്ട് എനിക്ക് ഫേസിൽ പിമ്പിൾസ് വരാൻ പിന്നെ പീരീഡ്സ് ടൈമിലാണ് വരാറുള്ളത്. അപ്പോൾ അതൊന്നുമല്ല. അപ്പോൾ പിന്നെ വൈറ്റമിൻ സി ഡി തന്നെ ആയിരിക്കണം എനിക്ക് തോന്നുന്നു, അല്ലാണ്ട് എനിക്ക് അങ്ങനെ പിമ്പിൾസ് വരാറില്ല, റെയറാണ്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പോകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, തുടർന്നോ മാന്തറോ ഒന്നും ചെയ്യുന്നില്ല, അതങ്ങനെ തന്നെ പൊക്കോട്ടെ വിചാരിക്കുകയാണ് കേട്ടോ. ഓക്കെ, വൈറ്റമിൻ സി ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ എനിക്ക് ചിലപ്പോൾ അറിയില്ല. ഇനി താഴെ പോകണം, ബ്രഷ് ചെയ്യണം, ഫുഡ് കഴിക്കണം. ഇന്ന് സ്പെഷ്യലായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട്, പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ട്, പിന്നെ എന്തൊക്കെയാ, പിന്നെ പുറത്ത് പോകണം, കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. എന്നാൽ നമുക്ക് താഴെ പോകാം. ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അതായത് നൂൽപ്പെട്ടും അതുപോലെ തന്നെ നാളികേരപ്പാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ ഒരു 2 കോംബോ. എന്തായാലും ഇന്ന് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. സാധാരണ ഞാനൊരു 6 എണ്ണം കഴിക്കാറുണ്ട്, പക്ഷെ ഇന്നാകെ ഒരു 2 എണ്ണം കഴിച്ച് ഞാൻ അവസാനിപ്പിച്ചു കേട്ടോ. പിന്നെ ഞാൻ പാല് കുടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നട്ട്സ്, അതായത് വാൾനട്ട്, കാഷ്നട്ട്, അതുപോലെ തന്നെ ബദാമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് കഴിക്കേണ്ടതാണ്. ബ്രഷ് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. മേലേക്ക് ഞാൻ വന്നിട്ടുണ്ട് കുളിക്കാനായിട്ട്. കുളിക്കാൻ പോണ മുൻപായിട്ട് ഞാൻ ഫേസിലെ ഓയിൽ അല്ലെങ്കിൽ പാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. ഇന്നെന്തായാലും ഓയിൽ അപ്ലൈ ചെയ്യാൻ വിചാരിച്ചു. ഞാനിത് കൂടുതലും നൈറ്റാണ് യൂസ് ചെയ്യാറുള്ളത്, പക്ഷേ മോർണിംഗും യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ചില വ്ളോഗ്സിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വേദിയ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് കേട്ടോ. ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് സ്കിന്നും ഹെയറൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഓയിലാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഒരു 1 month മേലെ ഞാൻ യൂസ് ചെയ്യുന്നു. ഞാൻ ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് 1 month ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ട്. അത് കാരണം തന്നെ കണ്ടോ, ഇത് ഇത്രയായിട്ടുണ്ട്. ഇത് നമ്മൾ കുറേ ഒന്നും എടുക്കില്ല കേട്ടോ, ഒരു ഫ്യൂ ഡ്രോപ്സ് ആണ് എടുക്കാറുള്ളത്. അതാണ് മെല്ലെ ആയിട്ട് പോണത്. എന്നാലും ഇത് എത്ര ആയിട്ടുണ്ട് 1 month കൊണ്ട്. അടിപൊളിയായിട്ടുള്ള ഓയിലാണ് കേട്ടോ. ഇതിൻ്റെ കളർ കണ്ടോ നിങ്ങൾ, ഒരു പ്രത്യേക ഒരു കളർ, റെഡും അല്ല ഓറഞ്ചും അല്ല, അങ്ങനത്തെ ഒരു കളർ കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. കാരണം എനിക്കിതിൽ റിസൾട്ട് വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ടാനില്ലേ, സ്കിന്നിലുണ്ടാവുന്ന ടാന് അതൊന്ന് റെഡ്യൂസ് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ. അത് ഞാൻ പറഞ്ഞു, ഇന്ന് അപ്ലൈ ചെയ്ത് എനിക്ക് നാളെ റിസൾട്ട് കിട്ടില്ല. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പോഴാണ് റിസൾട്ട് കിട്ടിയത്. ഒരു 1 month മേലെ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്നി സ്പോട്ടൊക്കെ ഒന്ന് ഫെയ്ഡ് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫേസിൽ ഓയിൽ അപ്ലൈ ചെയ്തു. ഇനി ഫേസ് യോഗയാണ് കേട്ടോ. ഞാൻ ചില സമയത്ത് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഫേസ് യോഗ അതുപോലെ തന്നെ ഫേസ് മസാജൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. എൻ്റെ ഹെയർ എന്തോ പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഫേസ് യോഗയിൽ ഞാൻ മെയിനായിട്ട് ജോലൈനൊക്കെ ഒന്ന് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഫേസ് യോഗയാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് അത്യാവശ്യം ഡബിൾ ചിന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് ജോലൈനൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 days ആയിട്ട് ഇപ്പോൾ ഫേസ് യോഗയും അതുപോലെ തന്നെ ഫേസ് മസാജൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫേസ് യോഗയിൽ ഞാൻ ഫസ്റ്റ് ചെയ്യാറുള്ളത് ഇങ്ങനെ കവൾ ഉള്ളിക്കാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അതായത് ഇത്, അപ്പോൾ ഇതൊരു 20 times ഞാനിങ്ങനെ ചെയ്യും കേട്ടോ. 20 times ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് ചെയ്യും. സെക്കൻഡ് ഞാൻ ചെയ്യുന്നത് റൂഫ് കിസ്സാണ് കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് മേലോട്ട് കിസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ളിങ്ങനെ സ്ട്രെച്ച് ആവട്ടോ, ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിയ കേട്ടോ. പിന്നെ AEIOU അതാണ് കേട്ടോ ചെയ്യാറുള്ളത്. AEIOU ഇത്. അങ്ങനെ ഫേസ് യോഗയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യണം. ഓയിൽ അപ്ലൈ ചെയ്യണോ ഫാക്സീഡ് അപ്ലൈ ചെയ്യണോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. കാരണം ഫ്ലാക്സീഡ് കുറച്ചായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞാൻ വീക്ക്ലി വൺസ് ഇപ്പോൾ ഫ്ലാക്സീഡ് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ
അപ്പോൾ അത് അപ്ലൈ ചെയ്യണം, ഓയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു ഡൗട്ടിലിരിക്കുകയാണ്. എന്തായാലും ഫ്ലാക്സീഡ് അപ്ലൈ ചെയ്യാം. എനിക്ക് തോന്നുന്നു ട്രീറ്റ്മെൻറ്റ് ശേഷമാണ് പിന്നെ ഒരു വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കണ്ടു തുടങ്ങിയത് കേട്ടോ. ഞാൻ എന്താ പറയുക മൈക്രോ നീഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നെക്സ്റ്റ് സെക്ഷൻ PRP ആണ്, ജനുവരിയിലാണ് കേട്ടോ സെക്ഷൻ. എന്തായാലും ഹെയർ നീളം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ മറ്റേ ഡെർമാ റോളർ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ, ഹെയർ ഗ്രോത്തിനുള്ളൊരു സെറം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക സിൽക്കി ഷൈനി ആയിട്ട് കിടക്കട്ടെ. ഓൾറെഡി എൻ്റെ ഹെയർ അങ്ങനെയാണ് കുറച്ച്, പക്ഷേ ഇത് അപ്ലൈ ചെയ്തതിന് കുറച്ചും കൂടി നല്ല സിൽക്കി ഷൈനി ആയിട്ട് കിടക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഇപ്പോൾ നിങ്ങൾ കണ്ടോ എൻ്റെ ഹെയറിൻ്റെ ഒരു അവസ്ഥ കുറച്ച് എന്താ പറയുക റഫായിട്ട് പോലെയല്ല തോന്നുന്നത്. ഇത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് നിങ്ങൾ കാണിക്കാം കേട്ടോ. നല്ല രസത്തിൽ കിടക്കും. ഫ്ലാക്സ് ചെയ്ത് ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് വെച്ചിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്യും. അങ്ങനെ കുളിച്ച് വന്നിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളത്തിലുള്ള കുളിയായിരുന്നു, നല്ല സുഖമുണ്ട്. എനിക്കാണെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ തീരെ ഇഷ്ടമല്ല കേട്ടോ, പക്ഷെ കുളിച്ചല്ലേ പറ്റുള്ളൂ. ഹീറ്ററൊക്കെ ഉണ്ട്, പക്ഷേ ഞാനങ്ങനെ എപ്പോഴും ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ഒരാളല്ല. ഭയങ്കര തണുപ്പാണ്, രാവിലെ എനിക്ക് കുളിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഹീറ്ററൊക്കെ ഓണാക്കിയിട്ടാണ് കുളിക്കാറുള്ളത് കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ കുളിക്കാറൊന്നുമില്ല. എന്തായാലും കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹെയർ ഇതാ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, തോർത്തും കൊണ്ട് വെച്ചിട്ട്. ഇതെന്തായാലും ഇങ്ങനെ അഴിക്കണം, കാരണം അമ്മ എപ്പോഴും പറയും നനഞ്ഞ തോർത്തും കൊണ്ട് വെച്ചിട്ട് ഹെയർ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ കെട്ടരുതെന്ന്. സോ അതഴിച്ച് ഞാൻ വേറെ രീതിയിൽ കെട്ടാറുണ്ട്. അല്ലെങ്കിൽ കെട്ടി വെക്കാറില്ല, പെട്ടെന്ന് തന്നെ മുടി ഉണക്കൂട്ടോ. എനിക്കങ്ങനെ കെട്ടി വെച്ച് കുറേ നേരം ഇങ്ങനെ നനഞ്ഞ മുടി ഇങ്ങനെ കെട്ടി വെക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അമ്മ രാവിലെ എനിക്ക് കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 11:30 10:30 ആ ടൈമിലാണ് കെട്ടഴിക്കുക. കാരണം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്മ ഫ്രീ ആകുമ്പോഴാണ് മുടി കെട്ടഴിച്ചിട്ട് ഉണക്കാറുള്ളത്. എനിക്കെന്തോ ഒട്ടും അത് ഇഷ്ടമല്ല. ഇപ്പോൾ എനിക്കും കുറേ പണിയുണ്ട് എടുക്കാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. എന്തായാലും വേഗം കെട്ടഴിച്ചിട്ട് മുടി ഉണക്കണം. എന്താ എന്താ വേണ്ടേ? ഒന്നും വേണ്ട. അങ്ങനെ മുടിയൊക്കെ ഉണക്കിയപ്പോൾ അതാ ഞാനത് കെട്ടി ഒരു ക്ലിപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കിച്ചണിൽ വന്നേക്കാണ് കേട്ടോ, കാരണം അച്ഛനും അമ്മയും പുറത്ത് പോയിട്ടുണ്ട്, അവർ ഡോക്ടറെ കാണിക്കാൻ പോയേക്കാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്നലെ വരുമ്പോൾ ചിക്കൻ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കന് റേറ്റ് കുറവ് തോന്നുന്നുണ്ടല്ലോ, അപ്പോൾ ചിക്കൻ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തായാലും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന്. കാരണം ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ് ചിക്കൻ ബിരിയാണി. അപ്പോൾ അത് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞാൻ എത്രയൊക്കെ ഹോട്ടലിൽ പോയാലും എത്രയൊക്കെ വെറൈറ്റി ഫുഡ് അവിടെ ഉണ്ടെങ്കിലും മെനു കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചാലും ലാസ്റ്റ് ഞാൻ ഓർഡർ ചെയ്യുക ചിക്കൻ ബിരിയാണി ആയിരിക്കും. എന്നെപ്പോലെ ചിലപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ടാവില്ല ഇതുപോലെ, എത്രയൊക്കെ വെറൈറ്റി ഫുഡ് ഉണ്ടെങ്കിലും ചിക്കൻ ബിരിയാണി തന്നെ എപ്പോഴും ഓർഡർ ചെയ്യണ ആൾക്കാർ. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ ബിരിയാണി. അപ്പോൾ ഞാൻ വീട്ടിലിടയ്ക്കൊക്കെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാറുണ്ടെങ്കിലും പക്ഷേ ഹോട്ടലിൽ കിട്ടുന്ന ഒരു ടേസ്റ്റ് എനിക്ക് വീട്ടിൽ എപ്പോൾ ഉണ്ടാക്കിയാലും എനിക്ക് കിട്ടാറില്ല കേട്ടോ ചിക്കൻ ബിരിയാണിയുടെ. കാരണം ഹോട്ടലിലത്തെ ഒരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എത്രയൊക്കെ യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കി നോക്കിയാലും ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി, ഹോട്ടലിലാകുമ്പോൾ ഹോട്ടലുണ്ടാക്കിയ ചിക്കൻ ബിരിയാണി, അതിൻ്റെതായ ഒരു ചേഞ്ചസ് ഉണ്ടാവും. എന്തായാലും ഞാനിപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. കുക്കർ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. കാരണം എന്താ പറയുക, എനിക്ക് അധികം ബുദ്ധിമുട്ടാണ് വയ്യ. അപ്പോൾ ഞാൻ വെച്ചാൽ കുക്കറിൽ തട്ടിക്കൂട്ട് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കാം. ഞാനിട്ട മസാല ഏതാണെന്നറിയോ? വേദിയുടെ മസാലയാണ് കേട്ടോ. ഇത് ഓൾ ഇൻ വൺ മസാലയാണ്. നമുക്ക് ഈ ഒരൊറ്റ മസാല മതി എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ. മെയിനായിട്ട് ചിക്കൻ കറി, ബീഫ് കറി പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കാറില്ല, മീൻ കറി, അതുപോലെ തന്നെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ മസാല പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുക. കാരണം ഓൾ ഇൻ വൺ മസാലയാണ്, എല്ലാം ഇതിലുണ്ട്. അപ്പോൾ എനിക്ക് ഇവരുടെ തന്നെ സാമ്പാർ പൊടി ഉണ്ട് എൻ്റെ അടുത്ത്. നല്ല ടേസ്റ്റാണ് കേട്ടോ സാമ്പാർ പൊടി. ഇപ്പം നമ്മളിത് ബിരിയാണിയിലാണ് ബിരിയാണിയുടെ മസാലയ്ക്ക് നമ്മൾ എടുത്തേക്കുന്നത് വേദിയുടെ തന്നെയാണ് കേട്ടോ. ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ലെഗ് പീസ്, 2 ലെഗ് പീസ് ഉണ്ട് കേട്ടോ. ഇട്ട് കൊടുക്കണം കേട്ടോ. കഴുകി റൈസ്, മസാല, ചിക്കൻ, ബിരിയാണി ഇതാ കുക്കറിലാക്കിയിട്ട് വിസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരൊറ്റ വിസിലേ വേണ്ടു, ഓഫാക്കും. ഞാൻ ബിരിയാണി നമുക്ക് റെഡി ആകും. ഇനി കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ട്. എനിക്കിത്
ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതായത് നമ്മളെന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് കുറേ പാത്രങ്ങൾ ക്ലീൻ ചെയ്യാനുണ്ടാവുമല്ലോ, ആ സാധനം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്നാലും ക്ലീൻ ചെയ്യണം, കാരണം നമ്മൾ എന്നിട്ട് മുന്നേ ക്ലീൻ ചെയ്യണം. ഞാനാണ് കുക്ക് ചെയ്ത് ഞാൻ ക്ലീൻ ചെയ്യണം, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് മെസ്സായിട്ടാണ് കിടക്കണേ. ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് സത്യം പറയാനുള്ളൊരു കാര്യം, ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി അത്രയ്ക്ക് അങ്ങോട്ട് പോരായിരുന്നു കേട്ടോ. കാരണം റൈസിന് കുറച്ചധികം വേവ് കൂടിയിട്ടുണ്ടായിരുന്നു. എന്താ പറ്റിയെന്നറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ബസുമതി അരി വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ചെറുതായിട്ടൊന്ന് വേവ് കൂടിപ്പോയിട്ടുണ്ട്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മസാലയൊക്കെ റൈസിലും ചിക്കനിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. പക്ഷേ റൈസിന് മാത്രം ചെറിയൊരു പ്രശ്നം. അങ്ങനെ വയറ് നിറയെ ബിരിയാണിയും കഴിച്ചതാ ഒരു മയക്കത്തിലായിട്ടുണ്ട് കേട്ടോ. ഒരു മത്ത് പിടിച്ച അവസ്ഥയായിട്ടുണ്ട്. ബിരിയാണി കഴിച്ചാൽ എനിക്ക് അപ്പോൾ ഉറങ്ങണം കേട്ടോ കുറച്ച് നേരം. പക്ഷേ ഇന്ന് ഉറങ്ങാൻ സമയമില്ല, കാരണം സ്റ്റിച്ച് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ പാക്ക് ചെയ്യാനുണ്ട്, ഡിസ്പാച്ച് ചെയ്യണം പോയിട്ട്. ഈവനിങ് ക്ലാസ് ഉണ്ട് കളരിയുടെ. സോ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിനൊന്നും പോയില്ല, മടി പിടിച്ചിരിക്കും. അപ്പോൾ പിന്നെ ഉറങ്ങണ്ടെന്ന് വെച്ചു. പിന്നെ മിക്കതും സ്റ്റിച്ച് ചെയ്യാനൊന്നും എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. കാരണം ഇപ്പം തന്നെ ഒരു സമയം 2:30 ആയിട്ടുണ്ട്. ഒരു 3:30 എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്യണ്ടാകുന്നു. ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഉറങ്ങണം കുറേ നേരം. ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല. ഇരിക്കട്ടെ. ഞാൻ റെഡി ആയിട്ടുണ്ട് ക്ലാസ്സിന് പോകാനായിട്ട് കേട്ടോ. ഹെയർ ചുമ്മാ ഒന്നിങ്ങനെ വട്ടക്കെട്ട് ഇട്ടിച്ചിട്ട് വെക്കണം കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ജേഴ്സി ഇട്ടിട്ടുണ്ട്. ക്ലാസ് എടുക്കാൻ പോകാൻ കേട്ടോ. ക്ലാസ്സിൻ്റെ ടൈം വന്നിട്ട് 5 to 6:30 വരെയാണ്. ഗുരുവായൂർ ചെമ്പയിൽ. എന്തായാലും ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങുന്നുണ്ട്, എനിക്ക് വേറെയും കുറച്ച് ആവശ്യമുള്ള കാരണം കേട്ടോ. എന്തായാലും ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ, ഒടുക്കത്തെ വെയിലാണ് കേട്ടോ, ഭയങ്കര വെയിൽ. ഞാൻ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കയ്യിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഗുരുവായൂരാണ് കേട്ടോ നമ്മുടെ ക്ലാസ് വരുന്നത്. ഇപ്പോൾ എനിക്ക് 17 സ്റ്റുഡൻസ് ഉണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ സമയമാവണേ ഉള്ളൂ, അപ്പോൾ അവർ വരാൻ കുറച്ച് ടൈം എടുക്കും. ഞാൻ നേരത്തെ വന്ന് വിളക്കൊക്കെ കത്തിച്ചതാണ് കേട്ടോ. ഈ ഒരു ഹാളിനൊരു പ്രത്യേകത ഉണ്ട്, കാരണം ഇവിടെയാണ് ഞാൻ ഡാൻസ് പഠിച്ചത്. എൻ്റെ ഭരതനാട്യം ഇവിടെയായിരുന്നു. അരങ്ങേറ്റം മേൽപ്പത്തൂർ ഗുരുവായൂർ ഓഡിറ്റോറിയത്തിലായിരുന്നു. പക്ഷേ ഞാൻ ഡാൻസ് പഠിച്ചത് ഈ ഒരു അക്കാഡമിയിലാണ് കേട്ടോ, ഈ ഒരു ഹാളിലാണ്. അത് എനിക്ക് ഭയങ്കര നൊസ്റ്റ് പഠിച്ച സംഭവമാണ് കേട്ടോ. ഇതിൽ ഇവിടെ തന്നെ എനിക്ക് ക്ലാസ് എടുക്കാനും പറ്റി. ഡാൻസ് ക്ലാസ് അല്ല, കളരിയുടെ ക്ലാസ്സാണ് കേട്ടോ. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ക്ലാസ് എടുക്കുന്നത് സ്പെഷ്യലായിട്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല, ഞാൻ സ്റ്റുഡൻസിനെ ബുദ്ധിമുട്ടിച്ചില്ല. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ വന്ന് കുറച്ച് നേരം വിശ്രമിച്ച് ഞാൻ ഡിന്നർ കഴിച്ചു. ഉച്ചത്തെ ബിരിയാണിയും അതുപോലെ തന്നെ ദോശയൊക്കെ ഉണ്ടായിരുന്നു, തക്കാളി കറി ഉണ്ടായിരുന്നു. പിന്നെ ഇതെൻ്റെ അച്ചമ്മയാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ വീഡിയോസിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല, ഇതെൻ്റെ അച്ചമ്മയാണ്. തൊട്ട് മുൻപിലത്തെ വീട്ടിലാണ് കേട്ടോ, അച്ചമ്മ തറവാട്ടിലാണ്. അപ്പോൾ ഇന്ന് അച്ചമ്മ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ചേച്ചി വീഡിയോ കോൾ ചെയ്തു. അപ്പോൾ അച്ചമ്മനായിട്ട് കുറേ നേരം സംസാരിച്ചു, ഞങ്ങളായിട്ട് സംസാരിച്ചു. അപ്പോൾ അവൾ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര നാണായിട്ട് അവൾ ഫേസൊക്കെ കവർ ചെയ്തു. ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. മുൻപ് ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഞാനത് കറക്റ്റായിട്ട് ഇങ്ങനെ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. പക്ഷെ അധികം നേരം ഒന്നും ഇടില്ല കേട്ടോ. നമ്മൾ ഫ്രഷ് ആയിട്ടോ കിടക്കാൻ പോവാണ്. ഇപ്പോൾ ഫ്രഷ് ആയി. അതിൻ്റെ മുന്നേ എനിക്ക് കിടക്കാണ്ട് കുറച്ച് മുന്നേ മെയിൽ കിടക്കുന്നതാണ് ഇഷ്ടം. സോ ഫ്രഷായി. നൈറ്റിലൊരു കുഞ്ഞ് സ്കിൻ കെയർ ആണ് കേട്ടോ. അത് ലിപ്സ്റ്റിക് അല്ല, ലിപ് ബാമാണ്. നിങ്ങളേക്ക് ഞാൻ രാത്രി കിടക്കുമ്പോഴും ലിപ്സ്റ്റിക് ഇട്ട് കിടക്കാറ് ഒരിക്കലുമില്ല. ഞാൻ എല്ലാ മേക്കപ്പും റിമൂവ് ചെയ്തിട്ടാണ് കിടക്കാൻ ശ്രമിക്കാറുള്ളത് കേട്ടോ എപ്പോഴും. അപ്പം ഞാൻ മുടിയിലെ കെട്ട് കളയാണ് കേട്ടോ. ഞാൻ കിടക്കുന്ന മുന്നേ എന്തായാലും മുടിയിലെ കെട്ടൊക്കെ കളഞ്ഞ് മുടി ചിലപ്പോൾ പിന്നിട്ട് കിടക്കും, അല്ലെങ്കിൽ മുടി ഇങ്ങനെ വട്ടക്കെട്ട് കെട്ടിയിട്ടാണ് കിടക്കാറുള്ളത്. നെക്സ്റ്റ് ഞാനൊരു ഫേസ് സെറം യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് വൈറ്റമിൻ സി ആണ് യൂസ് ചെയ്യുന്നത്, ഡോക്ടർ പറഞ്ഞിട്ടാണ് കേട്ടോ. കാരണം ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ സ്കിന്നിന് ഇപ്പോൾ കുറച്ചും കൂടി ആവശ്യമുള്ളത് വൈറ്റമിൻ സി എന്ന് പറഞ്ഞു. അപ്പോൾ വൈറ്റമിൻ സി ഞാൻ മേടിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ആയ കാരണം ഞാൻ കുറച്ചാണ് കേട്ടോ യൂസ് ചെയ്യാൻ, താത്തിക്കൊന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ അത് പറ്റുന്നില്ല എന്നൊക്കെ നോക്കിയിട്ട് വേണ്ട യൂസ് ചെയ്യാൻ. അപ്പം ഞാൻ വൈറ്റമിൻ സി കുറച്ചായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡോക്ടറിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റയടിക്ക് തന്നെ കുറേയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നിട്ടോ ഫസ്റ്റ് ടൈം. സോ കുറച്ചായിട്ട് യൂസ് ചെയ്ത് കൊണ്ടുവരികയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ലേറ്റ് ആവുന്നുണ്ട് കിടക്കാനായിട്ട് ഓരോ കാരണങ്ങൾ കാരണം. സോ ഞാൻ അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുന്നുണ്ട്, കാരണം എനിക്ക് ഡാർക്ക് സർക്കിൾ വന്നിട്ടുണ്ട്. ക്യാമറയിൽ അത്രയ്ക്ക് വിസിബിളായി തോന്നുന്നില്ല കേട്ടോ, പക്ഷേ നല്ല ഡാർക്ക് സർക്കിൾ ഉണ്ട്. സോ ഞാൻ എം കഫേൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതാകുമ്പോൾ എന്താ പറയുക, അപ്ലൈ ചെയ്യാൻ ഈസിയാണ് കണ്ടോ, ഇങ്ങനത്തെ ഒരു സംഭവമാണ്. സോ അപ്ലൈ ചെയ്യാൻ ഇത് ഇങ്ങനെ കുറച്ച് നേരം ആക്കിയാലേ ഇത് വരുള്ളൂ എന്ന് മാത്രം. പുതിയതാണ് കേട്ടോ, ഒരു 2 ദിവസമായിട്ടുള്ള മേടിച്ചിട്ട്. പക്ഷെ ഇത് കണ്ടോ, ഇത്രയും ആക്കിയിട്ട് പോലും ഒരു തരിവ് പോലും വന്നിട്ടില്ല പുറത്തേക്ക്. അതാണ് ഞാൻ നോക്കണത്. ഇപ്പോൾ കുറച്ച് വന്നു കുറച്ച് ടൈം എടുത്തിട്ടാണ് വരിക.
നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. കുറച്ചെടുക്കുള്ളൂ കേട്ടോ, കാര്യമായിട്ട് അധികം ഒന്നും എടുക്കില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റാണ് കേട്ടോ. കാരണം ഇതൊരു സിൽവർ ടൈപ്പ് ഇല്ലേ ഫ്രണ്ടിൽ, അതിൻ്റെ ഓരോ ഇത്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര കൂളിംഗ് എഫക്ട്സ് കിട്ടും. എൻ്റെ സ്കിന്നും അതായത് എൻ്റെ ഫേസും എൻ്റെ കൈയും നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. നല്ല രീതിക്ക് കളർ വ്യത്യാസമുണ്ട് കേട്ടോ. ഫേസ് പിന്നെ ഒരു ബ്രൈറ്റ് ആയിട്ടൊക്കെ ഉണ്ട്, പക്ഷേ കൈ കണ്ടോ ഭയങ്കരമായിട്ട് ടാൻ അടിച്ച് എന്താ പറയുക വേറെ കളറായിട്ടിരിക്കുകയാണ് രണ്ടും. ഫേസും നെക്കും വേറെ കളറ്, അതുപോലെ തന്നെ കൈയും കാലും വേറെ കളറ്, അങ്ങനെ കേട്ടോ. കാരണം എത്ര നോക്കിയിട്ടും കയ്യിലെ ടാനൊന്നും മാറണില്ല. എന്താ ചെയ്യാന്നറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്താൽ. നെക്സ്റ്റ് ഹെയർ കെയർ ആണ്. സ്കിന്നിലെല്ലാം കംപ്ലീറ്റും പരിപാടിയും കഴിഞ്ഞു. ഹെയറിലിപ്പോൾ ഞാൻ എന്താ പറയുക ഒരു 2 weeks ആയിട്ട് ഹെയർ സോൺ എന്ന് പറഞ്ഞ സൊല്യൂഷൻ 60 ml ഒരു സ്പ്രേ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതെനിക്ക് ഡോക്ടർ എന്താ പറയുക പ്രിസ്ക്രൈബ് ചെയ്ത് തന്നതാണ് കേട്ടോ. എനിക്ക് ഹെയർ ഫോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് ഹെയർ ഫോൾ റെഡ്യൂസ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം ട്രീറ്റ്മെൻറ്റിന് ശേഷം എന്താ പറയുക ടാബ്ലറ്റ്സ് ആയാലും സ്പ്രേ ആയാലും എല്ലാം യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിക്ക് ഹെയർ ഫോൾ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊരു 2-3 days മുൻപ് മേടിച്ചതാണ് ഇത്. ഹെയർ ഗ്രോത്തിനുള്ള ഒരു സെറം മിനിമലിസ്റ്റിൻ്റെ, പിന്നെ ഡെർമാ റോളർ. ഇത് കുറേ പേരുടെ റിവ്യൂ കണ്ട് മേടിച്ചതാണ് കേട്ടോ. ഡെർമാ റോളർ ഹെയർ ഗ്രോത്തിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട്. സോ ഇന്നലെ ഞാൻ ഇതാണ് യൂസ് ചെയ്തത്. അതായത് സെറം അപ്ലൈ ചെയ്തിട്ട് ഡെർമാ റോളർ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ചെയ്തത്. അത് ഡെയിലി ചെയ്യണില്ല. ഞാൻ ഡെയിലി ചെയ്യാൻ പാടില്ല എന്ന് 2-3 വീഡിയോസിൽ കണ്ടു. അപ്പോൾ ഞാൻ ഡെയിലി ചെയ്യേണ്ടത് വിചാരിച്ചു. പിന്നെ ഇന്ന് സ്പ്രേ അടിക്കാം, നാളെ ഇത് ചെയ്യാം. അങ്ങനെ ഓരോ ദിവസം വിട്ടിട്ടാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇന്നലെ അപ്ലൈ ചെയ്ത കാരണം ഞാനിത് ഇന്ന് അപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ ഈ ഒരു സ്പ്രേ ആണ് അടിച്ചു കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ് കേട്ടോ. സ്കാൽപ്പിലേക്കാണ് കേട്ടോ ഡയറക്റ്റ് അടിച്ചു കൊടുക്കുന്നത്. കുറേ ഒന്നും അടിക്കുന്നില്ല കേട്ടോ, എത്രയേ ഉള്ളൂ. എന്നോട് പറഞ്ഞിട്ട് പ്രത്യേകം കുറച്ചടിച്ചാൽ മതിയെന്ന്. അപ്പോൾ കുറച്ചടിച്ചിട്ട് പിന്നെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ, ഫിംഗർ ടിപ്പ് വെച്ചിട്ട്. അങ്ങനെ സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. പിന്നെ ഞാൻ ഹെയർ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കെട്ടി വയ്ക്കുള്ളൂ. കാരണം ഇപ്പോൾ ഞാൻ സ്പ്രേ അടിച്ചാണല്ലോ, പിന്നെ ഞാൻ അപ്പം തന്നെ കെട്ടി വയ്ക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് കെട്ടി വയ്ക്കാൻ വിചാരിച്ചു. ഒന്നെങ്കിൽ മണ്ണ് വെച്ചിട്ടായിരിക്കും കെട്ടി വയ്ക്കുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വട്ട കെട്ടി വെച്ചിട്ട് ക്ലിപ്പ് ഇട്ടോ. ഇവിടെയായിട്ട് ക്ലിപ്പ് ഇടും. കാരണം ഇവിടെ ക്ലിപ്പ് ഇട്ട് എനിക്ക് അത്ര സുഖമായിട്ട് കിടക്കാൻ പറ്റില്ല, ഒരു തടസ്സം ഉണ്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിപ്പ് ഇട്ടോ. എന്തായാലും ഇനി അധികം പരിപാടിയൊന്നുമില്ല. കുറച്ച് നേരം ഞാൻ ഇൻസ്റ്റാഗ്രാമൊക്കെ ചെക്ക് ചെയ്യും. നമ്മുടെ സ്റ്റോറിൻ്റെ അക്കൗണ്ടൊക്കെ ചെക്ക് ചെയ്ത് ഓർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കും. പിന്നെ നോട്ട് ചെയ്ത് വയ്ക്കും. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വിച്ചുവിനോട് സംസാരിക്കും, പിന്നെ കിടക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിച്ചുവിനെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിച്ചു ആണെങ്കിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങണേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊരു 11 മണി അല്ലെങ്കിൽ 11:30, ചില സമയത്ത് നമ്മുടെ നാട്ടിൽ 1 മണിക്കൊക്കെയാണ് വിച്ചു ഓഫീസിൽ നിന്ന് ഇറങ്ങാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റാറില്ല എന്നും. അപ്പോൾ ടൈം ഉള്ളപ്പോഴാണ് നമ്മൾ സംസാരിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പേരുടെ കമൻറ്റൊക്കെ ഞാൻ കണ്ടു, ചേട്ടൻ എവിടെ, ചേട്ടൻ പോയോ എന്നൊക്കെ ചോദിച്ചിട്ട്. ചേട്ടൻ പോയിട്ട് ഇപ്പോൾ ഒരു 2 months ആയിട്ടുണ്ട്. പോളണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. എന്താ ജോബ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജോബ് ബാങ്കിലാണ് കേട്ടോ. അപ്പോൾ ആളവിടെ വർക്ക് ചെയ്യാണ്. വിച്ചിനായിട്ട് കുറച്ച് നേരം സംസാരിച്ച് കോളൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ വിക ഫാഷൻ സ്റ്റോറിൻ്റെ അക്കൗണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടോ. പിന്നെ അധികമൊന്നുമില്ല, നമ്മൾ ചെക്ക് ചെയ്ത് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളത് നോട്ട് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കുറച്ച് നേരം വിച്ചുവിനായിട്ട് ചാറ്റ് ചെയ്തിട്ട് പിന്നെ കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഡേ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻഡ് ചെയ്യണത്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ, ഗുഡ് നൈറ്റ്.